ഇയർഫോണുകൾ ഉപയോഗിച്ചാൽ ചെവി അടിച്ചു പോകുമോ? അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ ഉപയോഗിക്കുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. ദീർഘമായ ഈ ഹെഡ്സെറ്റ് ഉപയോഗം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും എല്ലാം ബാധിക്കുന്നതാണ്. ഇങ്ങനെ ദീർഘമായുള്ള ഹെഡ്സെറ്റ് ഉപയോഗം നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കേൾവിക്കുറവ്. ദീർഘനേരത്തെ ഈ ഹെഡ്സെറ്റിൻ്റെ എക്സ്പോഷർ നമ്മുടെ ചെവിയുടെ ഉള്ളിലെ ഹെയർ സെൽസിനെ ഡാമേജ് ചെയ്യുന്നു. ഇത് പെർമനൻ്റായി നമ്മുടെ കേൾവിയെ ബാധിക്കും. ഇതിനെന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 60-60 റൂൾ നമ്മൾ പാലിക്കണം. എന്താണ് ഈ 60-60 റൂൾ? 60% വോള്യത്തിൽ 60 മിനിറ്റിൽ കൂടുതൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കാതിരിക്കുക. സിമ്പിൾ. രണ്ടാമതായി തലവേദനയും തലച്ചോറിന് സമ്മർദ്ദവും. ദീർഘനേരത്തെ ഹൈ വോള്യൂമിലുള്ള ഈ ഹെഡ്സെറ്റ് ഉപയോഗം നമ്മുടെ തലയുടെ ടെമ്പറൽ ബോൾസിൽ കൂടുതൽ പ്രഷർ നൽകുന്നു. അതുകൊണ്ട് തലവേദന കണ്ടിന്യൂസ് ആയി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മുടെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുകയും അതുമൂലം ഡിസിനസ്, ഫാറ്റീഗ്, ശ്രദ്ധക്കുറവ് എന്നീ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് കുഷ്യനുകളുള്ള ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുക. അതുപോലെ വയർലെസ് ഹെഡ്ഫോണുകളുടെ സമയപരിധി നിശ്ചയിച്ച് ഉപയോഗിക്കുക. മൂന്നാമതായി ചെവിയിലെ ഇൻഫെക്ഷനുകൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. ദീർഘനേരത്തെ ഈ ഹെഡ്സെറ്റ് ഉപയോഗം ചെവിയിലെ ഇൻഫെക്ഷനുകൾ വളരാനും അതുപോലെ തന്നെ ചെവിയൊലിപ്പ്, ചെവിവേദന, ചൊറിച്ചിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും കാരണമാകുന്നു. അതുപോലെ നമ്മൾ ഹെഡ്സെറ്റുകൾ ഷെയർ ചെയ്യുകയോ വൃത്തിയാക്കാതെ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കൊണ്ടും ഇത് ഉണ്ടാകുന്നതാണ്. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിവസവും ഹെഡ്സെറ്റുകൾ വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ ഷെയർ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. ആൻഡ് ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയി നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷം അത് ഊരി വെച്ച് ഒന്ന് കുറച്ചു നേരം ചെവിക്ക് റിലാക്സേഷൻ നൽകുക. നാലാമതായി ഉറക്കത്തിലും സ്ട്രെസ്സിൻ്റെയും പ്രശ്നങ്ങൾ വരും. നമ്മൾ ദീർഘനേരമായി ഈ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കുന്നു. ഇത് ക്ഷീണത്തിനും രാത്രിയുള്ള ഉറക്കത്തിലെ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുപോലെ ചില ആളുകളുണ്ട് ഉറങ്ങുന്ന സമയത്ത് ഹെഡ്ഫോണും ഉപയോഗിച്ച് കിടക്കുന്നവർ. ഉറക്കം എന്ന് പറയുന്നത് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്ന സമയമാണ്. ആ നേരം നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണത്തിലേക്കും മറ്റും വഴിയൊരുക്കുന്നു. ഈ ഉറക്കക്കുറവും ഈ സ്ട്രെസ് കൂടുന്നതും എന്തിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉറങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ തന്നെ ഈ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക. അഞ്ചാമതായി നമ്മുടെ ഹാർട്ടിന് ഇൻഡയറക്റ്റായി സ്ട്രെയിൻ വരുന്നു. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ദീർഘനേരത്തെ മ്യൂസിക് എക്സ്പോഷർ, അതായത് ഹെഡ്സെറ്റ് എക്സ്പോഷർ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഹാർട്ടിനും കൂടുതൽ സ്ട്രെയിൻ വരും. ഇങ്ങനെ നമ്മുടെ ഹാർട്ട് സ്ട്രെയിൻ വരുന്നതിന് നോയ്സ് പൊല്യൂഷൻ സ്ട്രെസ് റെസ്പോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. താങ്ക് യു.